ഹലോ ഗെയ്സ്, ഇത് നിങ്ങൾ കാണാത്തൊരു കൃഷിയാണ്. എന്താണെന്ന് നിങ്ങൾ ഗസ് ചെയ്യാൻ പറ്റുമോ? ആർക്കെങ്കിലും ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ലായിരിക്കാം. കണ്ടിട്ടുണ്ടെങ്കിലും എന്നതാണെന്ന് മനസ്സിലായി കാണുന്നത്. ഇത് കർണാടകയിൽ മാത്രം കൃഷിയുള്ളൊരു ഇനമാണ്. ഇത് ഗെയിൽ എന്നാണ് പറയപ്പെടുന്നത്. ഗെയിൽ കൃഷി. ഇത് എന്തിന് കൃഷി ചെയ്യുന്നതാണ്, ഇതിൻ്റെ ഉപയോഗം എന്താണ് കൃഷി ചെയ്യുന്ന കർഷകർക്ക് അറിയത്തില്ല. എന്താണ് ഇതിൻ്റെ ഉപയോഗമെന്ന്. കൃഷി ചെയ്യുന്നുണ്ട്, വിൽപ്പന നടത്തുന്നുണ്ട്. പക്ഷേ ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ഭൂരിപക്ഷം ആൾക്കാർക്കും അറിയത്തില്ല. എനിക്കും അറിയത്തില്ല. ഇത് മെഡിസിന് കൊണ്ടുപോകുന്നതാണ് പറയുന്നത്. ഇതിൻ്റെ മുകളിൽ പൂവ് കണ്ടോ? അവിടെയാണ് ഇതിൻ്റെ എള്ള് പോലെയാണ് ഉണ്ടാവുക. എള്ള് പോലെ ഇരിക്കും, ചെറിയൊരു തരി പോലെ. എള്ളിൻ്റെ അതേ തരി ആണ് ഇത് 3 മാസത്തെ വളർച്ചയാണ് വിളവെടുക്കാൻ വേണ്ടത്. 1 ഏക്കറിൽ ഇത് നന്നായി വിളയുകയാണെങ്കിൽ 3 ക്വിൻ്റൽ വരെ ലഭിക്കാറുണ്ട്. ഇതിൻ്റെ അറ്റത്ത്, ഈ പൂവിൻ്റെ അറ്റത്ത്, ഇതിപ്പോൾ പൂവായി വരുന്നേ ഉള്ളൂ. ഇത് നിറച്ച് പൂവായി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ തന്നെ. നമ്മുടെ കുറിഞ്ഞിയൊക്കെ പൂത്ത് നിൽക്കുന്ന പോലെ മനോഹരമായൊരു കാഴ്ചയാണ്. ദൂരത്തു നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഇത് പൂവായി വരുന്നതേ ഉള്ളൂ, അതുകൊണ്ട് അത്ര കളർഫുള്ളല്ല, എങ്കിലും രസമുണ്ട്. പൂ അതിലെതിരായി വരുന്നേ ഉള്ളൂ. നിറച്ചും പൂവായിരിക്കും. ഇത് പൂത്ത് കഴിയുമ്പോൾ തോട്ടം ഒരു നീലമയമായിരിക്കും. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഇതൊരു കിൻഡലിന് ചില സമയങ്ങളിൽ 20,000 രൂപ വരെ വില വരാറുണ്ട്. അപ്പം 50,000 രൂപേൻ്റെ മുകളിൽ 3 മാസം കൊണ്ട് നമുക്ക് ലാഭം കിട്ടും. ലാഭമല്ല, 50,000 രൂപ വരെ നമുക്ക് കിട്ടും. അതിന് അധികം ഒരു 10,000 രൂപേൻ്റെ അടുത്ത് ചിലവ് വരത്തുള്ളൂ. ഇത് ഏറ്റവും വലിയ പണിയെന്ന് വെച്ചാൽ ഇത് കൊയ്ത് വേർതിരിച്ചെടുക്കലാണ്. അത് 2 തരത്തിൽ ചെയ്യാം. ഒന്ന്, മെഷീൻ ഉപയോഗിച്ച് നമ്മൾ നെല്ല് കൊയ്യുന്ന മെഷീൻ വെച്ച് ഇത് ചെയ്യുന്നുണ്ട്. അതിന് പൈസ ചിലവ് കൂടുതലാണ്. അല്ലെങ്കിൽ കൊയ്ത് അല്ലാണ്ട് ഉണങ്ങിയെടുക്കും. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു.